4 പേരാണ് എൻ്റെ സീനിയേഴ്സ്. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ. അവരെ നമ്മൾ ആ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. വലിയേട്ടൻ, കൊച്ചേട്ടൻ, ചേട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ആംഗിൾ, ആ ഒരു സ്ഥലത്താണ് അവർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് വന്ന തലമുറകളുണ്ട്, മറ്റുള്ള ഹീറോസ് കാര്യങ്ങൾ. അപ്പോൾ രണ്ടിൻ്റെ നടുക്കുള്ളൊരു ബ്രിഡ്ജാണ് ശരിക്കും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുന്നത്, അദ്ദേഹം നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നു എന്ന് പറയുന്ന ചിലപ്പോൾ എല്ലാവരും വരണം എന്നൊന്നുമില്ല. അദ്ദേഹം ഈ സിനിമയുടെ കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ഇതൊരു ലോജിക്കില്ലാത്ത സിനിമയാണ്, ഇതിന് കഥയില്ല. പക്ഷേ ഇത് ലാലേട്ടനെ ചെയ്യാൻ പറ്റും. ഈ ലാലേട്ടനല്ലാതെ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കി, ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഈ ഡാൻസ് ശരിക്കും നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടു? ഇല്ല, അവിടെ വെച്ച് സാൻഡി മാസ്റ്റർ പഠിപ്പിച്ചു, ഞങ്ങളത് അവിടെ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്തതാണ്. ഈ ഇന്റർവെൽ ബ്ലോക്കിന്റെ അടിയില് റിയാസ് ഖാൻ വന്നിട്ട് 3 ഡയലോഗ് ഒരു പഞ്ചില് തിയേറ്റർ ഭയങ്കരമായിട്ട് ഇളകി പറഞ്ഞു. അപ്പൊ ധനഞ്ജയനോട് വെച്ചപ്പോ ധനഞ്ജയ പറഞ്ഞില്ല, ഇതിലൂടെ ചിരിച്ചോണ്ട് അടിക്കണം. അതാണ് ഈ ടീസറിലടക്കം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സോന പാട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഫാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര സെലിബ്രേഷൻ മൂഡില്ല. ഈ ഇന്റർവെൽ ബ്ലോക്കില് ഞാൻ അറിഞ്ഞൊരു ബാക്ക് സ്റ്റോറി വെച്ചിട്ട് കുറെ അധികം ആക്ഷൻ ബ്ലോക്കുകൾ ഉണ്ട്. അപ്പൊ ദിലീപയുടെ ഫിസിക്കലി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഇന്റർവെൽ ബ്ലോക്ക് ഷൂട്ട്? നൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നത് എടുത്ത ഫൈറ്റ്സ് എല്ലാം ഒന്നും വെട്ടിക്കാട്ടി കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവരും കൂടി ഉള്ള ഒരു ഹരം സാധനമുള്ളത്. നമുക്കും ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയല്ലേ. പിന്നെ ഈ ഭ്രാന്ത് വന്നാൽ പിന്നെ ആ ഒരു മൂഡിലല്ലേ നിൽക്കുന്നത്. നമുക്ക് ആവേശമുള്ള അടിക്കാൻ ആ പാടാ, അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ കഥ പറയുമ്പോഴും അതായിരുന്നു ഏറ്റവും എക്സൈറ്റിംഗ് പോയിന്റ്, ഈ ആക്ഷനൊക്കെ കുറച്ച്. കഥ പറഞ്ഞാൽ വേറെ തരത്തിലുള്ള സിനിമയുടെ ഭാഗമാവുന്നു, അതേ പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയുടെ ഫെയ്റ്റോ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നുമല്ല. ഈ സിനിമ തിയേറ്ററിൽ ആഘോഷിക്കുന്നൊരു സിനിമയായിരിക്കണം എന്നാണ് ഇതിലുള്ള എല്ലാവരുടെയും ചിന്തയും കാര്യങ്ങളും. അത് വർക്കൗട്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇത്രയും വലിയ ആഘോഷം നടത്തിയൊരു സിനിമ മലയാളത്തിൽ അല്ലേ. ഇതുപോലെ ഡാൻസും പാട്ടും ബഹളവും ജനം കൂടെ നിന്ന് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തൊരു സിനിമ അടുത്തുണ്ടായിട്ടില്ല. ഈ ഞാൻ എപ്പോഴും പേഴ്സണലി റിയലൈസ് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു ദിവസങ്ങളായിരിക്കുമല്ലോ ദിലീപേട്ടന്, അതായത് ദിലീപയുടെ കരിയർ തുടങ്ങി ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ജനങ്ങളിലേക്ക് ദിലീപ് എന്ന ആക്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ ജനപ്രിയ നായകൻ എന്ന് ജനങ്ങൾ വിളിക്കുന്നു എന്നുള്ള ഒക്കെ മനസ്സിലാക്കി തന്ന ദിവസങ്ങളായിരിക്കുമല്ലോ ശരിക്കും ഈ കവിത തിയേറ്ററില്, അല്ലെങ്കിൽ ഇന്നലെ രാഗത്തിൽ പോയതൊക്കെ. അപ്പൊ ഞങ്ങള് പതിവില്ലാണ്ട് കുറെ കാഴ്ചകൾ കണ്ടു, കണ്ണു നിറയുന്ന കണ്ടു. അല്ലെങ്കിൽ ദിലീപയുടെ ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ പീക്കിലേക്ക് ദിലീപേട്ടൻ്റെ പേഴ്സണലി നമ്മൾ ഫേസ് ചെയ്യുന്ന റിയാക്ഷൻസ് അറിയാൻ പറ്റൂ. എന്തൊക്കെയാ ഈ കുറച്ച് ദിവസങ്ങൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നു? അല്ലേ വെച്ചാല് സിനിമയായിട്ട് കാണാതെ, അത് ഒരാളുടേത് മാത്രമല്ല, ഞാൻ മാത്രമല്ല ഇത്. ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന ഒരു നിർമ്മാതാവ് എത്ര കോടി രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ ജനങ്ങൾ സിനിമ കണ്ട മാത്രം തിരിച്ചു വരുന്ന പൈസ. അദ്ദേഹം ഒരുപാട് ഇതിൽ ജോലി ചെയ്ത ആൾക്കാർക്കൊക്കെ ശമ്പളം കൊടുത്ത ഒരു വ്യക്തിയാണ്. ഈ ശമ്പളവും തിരിച്ചു കിട്ടൂല, അത് അവർക്ക് കൊടുത്തതാണ്. അതുപോലെ ഈ സിനിമ ഒരു സംവിധായകൻ്റെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണത്. ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിന് ഒരുപാട് കലാകാരന്മാരെ ഒന്നിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് ലാലേട്ടൻ തന്നെയാണെങ്കിലും ക്യാമിയോ റോളിന് വന്നിരിക്കുന്നു, എസ്.ജെ. സൂര്യ വന്നിരിക്കുന്നു. ഇവരൊക്കെ ഇത് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഒരു വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഇത് കാണരുത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമില്ലേ. അപ്പോൾ അതിൽ ജനങ്ങളെടുക്കുന്ന ഒരു വികാരമുണ്ട്. കാരണം അവരുണ്ടാക്കിയതാ എന്നെ, എൻ്റെ പ്രേക്ഷകരുണ്ടാക്കിയതാണ്. ഞാൻ മാത്രമല്ല, ഇതിലെ കലാകാരന്മാരും ഒക്കെ അവരുടെ സപ്പോർട്ടുമ്പോൾ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പം അത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പേഴ്സണൽ അജണ്ടയിൽ സംസാരിക്കുമ്പോഴാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. അതവർ വേറെ സംസാരിക്കുകയല്ല, നേരെ തിയേറ്ററിൽ വന്നിട്ട് അവർ പടം കാണുകയാണ് ചെയ്യുന്നത്. അത് കാരണം എന്താണ്, അവർ കൈയടിച്ചുണ്ടാക്കിയൊരു ഇമേജും ഒരു സാധനമാണ് നമ്മളൊക്കെ. നമ്മളിലെ അവകാശം അവർക്കാണ്, കല്ലെറിയുന്ന ആൾക്കാർക്കല്ല.